ഹലോ ഗൈസ്, എല്ലാവർക്കും മറ്റൊരു ദിവസത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ മുംബൈയുടെ ഫുഡുകളാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്നത്. ഇപ്പോൾ സമയം ഏകദേശം 6 മണിയായി. നൈറ്റ് ലൈഫിലേക്ക് കടക്കുന്ന സമയമാണ് മുംബൈ നഗരം എന്ന് പറയുന്നത്. മുംബൈ നഗരത്തിൽ നമുക്ക് ഏറ്റവും കൂടുതൽ കാണാൻ പറ്റുന്നൊരു സംഭവം എന്ന് പറയുന്നത് നൈറ്റ് ലൈഫിൽ ഇവിടുത്തെ ഒന്നാമത് ഇവിടെ കുറച്ച് സ്പെഷ്യാലിറ്റികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നവരാത്രി പൂജകളും കാര്യങ്ങളൊക്കെ തുടങ്ങിയിരിക്കുന്ന സമയമാണ്. അപ്പം നവരാത്രി പൂജ ആയതുകൊണ്ട് തന്നെ എല്ലാ ആൾക്കാരും പുറത്തായിരിക്കും. പിന്നാണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ ലോക്കൽ ഫുഡുകളൊക്കെ എന്ന് പറയുന്നത് അത്യാവശ്യം അടിപൊളി സാധനങ്ങളാണ്. നമുക്കപ്പം ട്രൈ ചെയ്ത് നോക്കാം എങ്ങനെയാണ് ഇന്നത്തെ ലോക്കൽ ഫുഡുകൾ എന്നുള്ളത്. സ്ട്രീറ്റിൽ കൂടെ പോകുമ്പോൾ ഇവിടെ നവരാത്രിയുടെ ലൈറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ അതിൻ്റെ പ്രിപ്പറേഷൻസാണ്. ഇന്ന് 21-ാം തീയതിയാണ്. നാളെ തൊട്ടാണ് നവരാത്രി ശരിക്കും സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം നാളെ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്നതുകൊണ്ട് എല്ലാവരും നിരിപ്പത് പണിയിലാണ്. ഫ്രൂട്ട്സുകാരും കാര്യങ്ങളും എല്ലാവരും സാധനങ്ങൾ മേടിക്കുന്നു, എല്ലാവരും ഇങ്ങനെ പോകുന്നു. കാര്യങ്ങൾ അത്യാവശ്യം അടിപൊളിയായിട്ടാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അത്യാവശ്യം റഷും ഉണ്ട്. നമ്മൾ പോകുന്ന സൈഡിലോട്ടാണെന്നുണ്ടെങ്കിൽ ഇതിനേക്കാളും റഷായിരിക്കും. ഒരു ഫിഷ് മാർക്കറ്റാണ് അത്യാവശ്യം. അങ്ങനെ നമ്മൾ ഇവിടുത്തെ ആദ്യത്തെ കടയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമ്മൾ ചൈനീസ് ബെയിലും മഞ്ചൂരിയനും ട്രൈ ചെയ്യാനായിട്ട് വന്നിരിക്കുകയാണ്. എങ്ങനെയുണ്ടെന്ന് നമുക്ക് നോക്കാം. അത്യാവശ്യം നല്ല തിരക്കുള്ളൊരു കടയാണ്. എല്ലാ ആൾക്കാരും ക്യൂ നിന്നാണ് ഇത് കഴിക്കാനായിട്ട് നിൽക്കുന്നത്. ഇനി വന്നുകൊണ്ടേ ഇരിക്കുന്നു ആൾക്കാരൊക്കെ. ഇതാണ് ചൈനീസ് ബോൾസ്. നല്ല ചൂടുള്ള ചൈനീസ് ബോൾസാണ്. ഇതൊരു ഇന്ത്യൻ വേർഷനാണ്. അപ്പോൾ നമുക്ക് കഴിച്ച് നോക്കാം എങ്ങനെയാണെന്ന്. അങ്ങനെ അടുത്ത സാധനം കിട്ടിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ്. ഇപ്പം അവിടുത്തെ ക്യൂ അത്യാവശ്യം അവിടെ മൊത്തം നിറച്ച ആൾക്കാരായി. അടിപൊളിയായിരുന്നു. 70 രൂപയായി. 40-30 രണ്ടിനും കൂടെ 70 രൂപ. അത്യാവശ്യം അടിപൊളിയാണ്. നല്ല എരിവുള്ളൊരു ഇതാണ്. കൊള്ളാം, അടിപൊളിയാണ്. ഇനി അടുത്തത് എന്താണ് നമുക്ക് നോക്കാം. ഇങ്ങനെ നടക്കുവാണ്. ഇങ്ങനെ അടുത്ത ഏത് സ്ട്രീറ്റ് ഫുഡ് ട്രൈ ചെയ്യാം. വരുന്ന വഴിക്കത് കൊട്ട, ഇവിടെ തന്നെ കൊട്ടയും പട്ടികളും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് കാണുന്നത്. അങ്ങനെ കണ്ട വട്ടികളും കാര്യങ്ങളും ഇവിടെ തന്നെ ഉണ്ടാക്കുന്നതാണ്. അവനോ ഷുഗർ കെയിൻ കിട്ടുന്ന കട കാര്യങ്ങൾ. ഇവിടുത്തെ ഫ്രാങ്കി എന്ന് പറയുന്ന ഫുഡ് ഐറ്റം കഴിക്കാൻ വേണ്ടി വന്നേക്കുവാണ്. ഇവരുണ്ടാക്കുന്ന ലൈവായിട്ട് നമുക്ക് വീഡിയോ എടുക്കാം. അങ്ങനെ അത്യാവശ്യം നീറ്റും കാര്യങ്ങളൊക്കെയാണ്. ചീസ് കട്ട് ചെയ്തു. കട്ട് ചെയ്തതിന് ശേഷം അത്രയും ചീസ് ഇടുമോ? ചെറിയ ചെറിയ പീസായിട്ട് ക്യൂബ്സായിട്ട് കട്ട് ചെയ്യുന്നു. കട്ട് ചെയ്തതിന് ശേഷം ഫ്രൈ ചെയ്യുന്നു. ഈ പനീർ ഫ്രൈ ആക്കിക്കൊണ്ടിരിക്കുന്നു. അതിനകത്ത് ഇത്ര സോസും കാര്യങ്ങളൊക്കെ, സോസും ബട്ടറും ഇട്ട് അങ്ങനെ ഫ്രാങ്കി കിട്ടിയിരിക്കുകയാണ്. നമുക്ക് കഴിച്ചു നോക്കാം എങ്ങനെയുണ്ടെന്ന്. നമ്മളിപ്പോൾ മാർക്കറ്റിൽ കൂടെയാണ് പോകുന്നത്. ഇവിടുത്തെ മാർക്കറ്റുകൾ ഇപ്പോൾ ഓണായി വരുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും ഭയങ്കര തിരക്ക്. എല്ലാ കടയുടെ ഫ്രണ്ടിലും ആൾക്കാരാണ്. ഭയങ്കര ഡെൻസിലി പോപ്പുലേറ്റഡ് ആണല്ലോ മുംബൈ. അപ്പോൾ പിന്നെ ഫുള്ള് ആൾക്കാരും കടകളും കാര്യങ്ങളും എല്ലാം ഫുള്ള് റണ്ണിങ്ങും കാര്യങ്ങളും. പ്രത്യേകിച്ച് ഈ നവരാത്രി ആയതുകൊണ്ട് തന്നെ അതിൻ്റെ സ്പെഷ്യാലിറ്റീസ്. പിന്നെ ഇവിടുത്തെ ഓരോ ജ്യൂസ് കടകൾ, പാനിപ്പൂരി കടകൾ, ഡ്രസ്സുകൾ കാര്യങ്ങളൊക്കെ ഭയങ്കര അത്യാവശ്യം
നല്ല ഇതായിട്ടാണ് പോന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ അപ്പുറത്തെ സൈഡാണ് മിക്കതും പച്ചക്കറികൾ കാര്യങ്ങളാണ്. നമുക്കിവിടെ ആണെന്നുണ്ടെങ്കിൽ കുറേ ഡ്രസ്സുകൾ 50% ഫ്ലാറ്റ് സെയിലെന്നൊക്കെ എഴുതിയിട്ടുണ്ട്. തിരക്ക് പിടിച്ചൊരു നഗരമാണ് മുംബൈ. അപ്പം തിരക്കുള്ള നഗരത്തിലൂടെ തിരക്ക് പിടിച്ചല്ലാതെ നമ്മളിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ മുല്ലട്ട് സ്റ്റേഷൻ്റെ റെയിൽവേ സ്റ്റേഷൻ അടുത്തേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ മുല്ലട്ട് റെയിൽവേ സ്റ്റേഷനും, ഇവിടുന്ന് റൈറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ മുല്ലട്ട് റെയിൽവേ സ്റ്റേഷനും, ലെഫ്റ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നമ്മുടെ മാർക്കറ്റ് ഏരിയയും കാര്യങ്ങളൊക്കെയാണ്. 20 രൂപയാണെന്ന് തോന്നുന്നു ഇവിടെ. ഒരു ജ്യൂസ് പറയാം. भैया कितना है? 20 एक दे दो ना. നമ്മളൊരു ഇവിടുത്തെ കരിമ്പിൻ ജ്യൂസ് കുടിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. 20 രൂപയുള്ളൂ ഇവിടുത്തെ കരിമ്പിൻ ജ്യൂസ്. അത്യാവശ്യം നല്ലോണം ഉണ്ട് താനും. ഓക്കെ, എങ്ങനെയുണ്ടോ? നല്ല റിഫ്രഷിംഗ് ആണ്, അടിപൊളിയാണ്. നമ്മളങ്ങനെ ആ ഷോപ്പിൽ നിന്ന് ഇറങ്ങിയതിന് ശേഷം നമ്മളിപ്പം ഇവിടുത്തെ ഷോപ്പിംഗ് മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. കലങ്ങളും മാലകളും വളകളും അങ്ങനത്തെ ഐറ്റംസ്, പൂവ് ഒക്കെ നാളെ തൊട്ട് ഇവിടെ നമ്മൾ ഓണം ആഘോഷിക്കുന്ന പോലെ ഇവർക്ക് നവരാത്രി എന്ന് പറഞ്ഞാൽ ഭയങ്കര ആഘോഷങ്ങളാണ്. അത്യാവശ്യം ഇതുണ്ട്, ഇതാണ് ആൾക്കാർ. അങ്ങനെ നടക്കാൻ നേരം ഇവിടെ ഡ്രസ്സുകളും കാര്യങ്ങളും അത്യാവശ്യം മാലകളൊക്കെ മേടിക്കുന്ന ആൾക്കാർ, കീ ചെയിനുകൾ, കറങ്ങുന്ന കീ ചെയിനുകൾ കാര്യങ്ങൾ. ട്രാഫിക്കാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ലോണം ട്രാഫിക്ക് ഇപ്പുറത്ത്. നേരെ വെള്ളി ഐറ്റംസും കാര്യങ്ങളും. അപ്പുറത്തെ സൈഡിൽ നല്ല ആൾക്കാരാണ്. കീ ചെയിനുകളും കാര്യങ്ങളും. ഇവിടെ മറ്റേ നാളെ ഇതിൻ്റെ സ്പെഷ്യലായിട്ടുള്ള സംഭവങ്ങൾ, ദേവീനെ പുതയ്ക്കാനായിട്ടുള്ള സംഭവങ്ങൾ കാര്യങ്ങളൊക്കെ, അതിൻ്റെ മഞ്ഞളും കാര്യങ്ങളും, ഗണപതിയുടെ സാധനങ്ങളും. അങ്ങനെ അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ്. മണ്ണുകൊണ്ടുള്ള എന്നുള്ള ഐറ്റം. ബലൂണുകളും കാര്യങ്ങളും. ഭയങ്കര റഷാണ്, അത്യാവശ്യം നല്ല റഷുകളാണ്. ഇങ്ങനെയൊക്കെ തന്നെയാണ് ഇവിടത്തേതും. അപ്പുറത്തെ സൈഡിലാണെങ്കിൽ കുറച്ചുകൂടെ തിരക്കാണ്. ഇങ്ങനെ സാധനങ്ങളും ഇങ്ങനെ പൊക്കൊണ്ടേ ഇരിക്കുകയാണ്. ഇപ്പം മെയിൻ ഈ സാധനങ്ങൾ ഇവിടെ കലങ്ങളും കൊച്ചു കലങ്ങളും കാര്യങ്ങളൊക്കെ അത്യാവശ്യം അടിപൊളിയാണ്. ഇത് കണ്ടോ, ട്രാഫിക് ഉണ്ടോ? അത്യാവശ്യം നല്ല ട്രാഫിക്കും ഉണ്ട് കുഴിക്കകത്തൊക്കെ. എൻ്റെ പൊന്നേച്ചി, ഈ ചേച്ചി എന്നെ തള്ളി കിട്ടു. അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാതൊക്കെയാണ് ഇവർ പോകുന്നത്. അടിപൊളിയാണ്, കാര്യങ്ങളൊക്കെ അടിപൊളിയാണ്. ഇവിടുത്തെ സാധനങ്ങളൊക്കെ, ഡ്രസ്സുകളും കാര്യങ്ങളും അത്യാവശ്യം വില പേശി സാധനങ്ങളൊക്കെ മേടിക്കാൻ പറ്റുന്നൊരു കടയാണ്, സ്ഥലങ്ങളാണ്. അത്യാവശ്യം വില പേശലൊക്കെ നടക്കുന്നുണ്ട്. ഇവിടെ വരുന്നവരത്തേക്ക് നമ്മുടെ ഈ കലങ്ങളിൽ തന്നെ പോട്ടറിയൊക്കെ ചെയ്ത കലങ്ങളും ഓരോ പെയിൻറ്റിങ്ങുകളും കാര്യങ്ങളും, ഡ്രസ്സുകളും കാര്യങ്ങളും നമുക്ക് കാണാൻ സാധിക്കും.
അങ്ങനെ നമ്മളിത് അടുത്ത മാർക്കറ്റിലേക്ക് എത്തിയിരിക്കുകയാണ്. പിന്നെ നമ്മൾ ഈ ഒരു മാർക്കറ്റ് സൈഡിലേക്ക് വന്നിരിക്കുകയാണ്. ഇവിടോട്ട് കുറച്ചുകൂടെ നമ്മൾ ആ വലിയ മാർക്കറ്റിൽ നിന്ന് നമ്മൾ അതിൻ്റെ കൈവഴിയായിട്ടുള്ള അടുത്ത സൈഡിലോട്ട് വന്നിരിക്കുകയാണ്. ഇവിടെ നമ്മൾ റഷിനൊരു കുഴപ്പമൊന്നുമില്ല, പക്ഷെ അത്ര വലിയ തെള്ള് അവിടെ നാരോ ആയിരുന്നു. ഇവിടെ 2 ലൈനുള്ള അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന വഴിയാണ്. എന്നിട്ടും ഇവിടുത്തെ ഓരോ ഫുഡുകൾ ഐറ്റംസ് കാര്യങ്ങൾ, കപ്പലണ്ടി കാര്യങ്ങൾ, അത്യാവശ്യം അടിപൊളിയായിട്ടുള്ള സംഭവങ്ങളാണ്. രാത്രി മുംബൈ നഗരം എന്ന് പറയുന്നത് ഭയങ്കര ബിസി നഗരങ്ങളാണ്. ഈ സൈഡ് ഫുള്ള് ഓട്ടോകളാണ്, ഫുൾ ഓട്ടോയാണ്. നമ്മൾ സെൻട്രൽ സൈഡിലോട്ട് പോകുകയാണെന്നുണ്ടെങ്കിൽ അവിടെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ടാക്സിയാണ് കാണാൻ പറ്റുന്നത്. നമ്മൾ ഇവിടുത്തെ ട്രഡീഷണൽ ഐറ്റം കഴിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. ഇതെല്ലാം സ്ട്രീറ്റ് ഫുഡുകളാണ്, സ്ട്രീറ്റിൽ നിന്നുള്ള ഫുഡുകളാണ്. ഇപ്പോൾ ഏറ്റവും കുറഞ്ഞത് നമുക്ക് 15 ഗ്രാം, 50 ഗ്രാം 15 രൂപയ്ക്ക് നോക്കാം. ഇങ്ങനെ നടന്ന് നമ്മൾ വീണ്ടും ആ ലൈറ്റിംഗ് ഉള്ള സ്ഥലങ്ങളിലേക്ക് എത്താറായിരിക്കുകയാണ്. അങ്ങ് ദൂരെ നമുക്ക് ലൈറ്റിങ്ങും കാര്യങ്ങളെല്ലാം കാണാം. ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളെല്ലാം ശ്രദ്ധിച്ചോന്ന് അറിയത്തില്ല നിങ്ങൾ, മൊത്തം ഒരു യെലോയിഷ് ടച്ച്, ഒരു വാം ലൈറ്റ് ടച്ചാണ് ഇവിടുത്തെ സ്ട്രീറ്റ് ലൈറ്റുകളും കാര്യങ്ങളൊക്കെ. അതുകൊണ്ട് തന്നെ അത്യാവശ്യം പൊളിയാണ്. ഈ സൈഡിലോട്ട് വരുമ്പോഴത്തേക്ക് അത്യാവശ്യം നല്ല ലൈറ്റിങ്, നമ്മൾ അവിടെ ദൂരെ കണ്ട സാധനങ്ങളൊക്കെ അടുത്ത് നല്ല ലൈറ്റിങ്ങും വലിയ വലിയ ബിൽഡിങ്ങുകളും നല്ല റെസ്റ്റോറൻറ്റുകളും കാര്യങ്ങളൊക്കെയാണ് ഈ സൈഡുകളിലൊക്കെ കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ അത്യാവശ്യം ഇവിടുത്തെ ദേവീനെ കൊണ്ടുവരുന്ന കാഴ്ചയൊക്കെയാണ് ഇപ്പോൾ കാണാൻ പോകുന്നത്. അത്യാവശ്യം അങ്ങനെ നമ്മൾ ഇന്നത്തെ മുംബൈ എക്സ്പ്ലോറേഷൻ കഴിഞ്ഞ് നമ്മൾ താമസിക്കുന്ന സ്ഥലത്ത് പോവുകയാണ്. ഈ പോകുന്ന റോഡുകളിലെല്ലാം അത്യാവശ്യം ലൈറ്റിങ് കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഇവിടെ ആണെന്നുള്ള ആൾക്കാർ റൈറ്റ് സൈഡിലും ലെഫ്റ്റ് സൈഡിലും ഒക്കെ നവരാത്രിയുടെ സാധനങ്ങളൊക്കെ ഉണ്ടാക്കാനായിട്ടുള്ള തന്ത്രപ്പാട് കാണും. അപ്പം ഇന്നത്തെ ഈ ഒരു ചെറിയ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. എനിക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം മറ്റൊരു വീഡിയോ കാണാം.